നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഉയരട്ടെ ശബ്ദം, ഉയരാതിരിക്കട്ടെ കടൽവെള്ളം എന്നതാണ് പരിസ്ഥിതി ദിനത്തിലെ മുദ്രാവാക്യം. പ്രകൃതിയെ നിരന്തരം ആഘാതമേൽപ്പിക്കുന്നതിലൂടെ കടൽവെള്ളം കരയെ ഇല്ലാതാക്കുന്ന നാളുകൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനായി ശബ്ദമുയർത്തുമെന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ പ്രതിജ്ഞ ചെയ്യാം. പ്രധാന വാർത്തകളിലേക്ക്. ഭൂമിയുടെ ആയുസ് കുറയ്ക്കുന്ന പ്രവർത്തനങ്ങൾ ആവർത്തിക്കില്ലെന്ന പ്രതിജ്ഞയുമായി ലോക പരിസ്ഥിതി ദിനം. ജില്ലയിൽ നട്ടുപിടിപ്പിച്ചത് 1,00,000-ലധികം വൃക്ഷത്തൈകൾ. അടിസ്ഥാന വർഗങ്ങളെ മറന്നതാണ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടാൻ കാരണമെന്ന് കെ മുരളീധരൻ MLA. അംബാസഡർ കാർ ഉൽപാദനം നിർത്തുന്നു. ഇതിനെതിരെ അമ്പി ലവേഴ്സ് കൂട്ടായ്മ കോഴിക്കോട്ട്. വാർത്തകൾ വിശദമായി. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 1,00,000 വൃക്ഷത്തൈകൾ നട്ടു. മലാപ്പറമ്പ് ജംഗ്ഷനിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് രാവിലെ 10:30-നും 11:30-നും ഇടയിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി 1,00,000 വൃക്ഷത്തൈകളാണ് നട്ടത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും പരിസ്ഥിതിക്ക് ഇണങ്ങും വിധം ജീവിതരീതി ക്രമീകരിക്കുന്നതിനുമുള്ള സന്ദേശമാണ് ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്നൊരുക്കുന്ന പരിപാടിയിലൂടെ കൈമാറുന്നത്. വിവിധ സന്നദ്ധ സംഘടനകളും ജില്ലാ ഭരണകൂടവും നടപ്പാക്കി വരുന്ന ശുദ്ധം സുന്ദരം നമ്മുടെ കോഴിക്കോട് പദ്ധതിയുടെ ഭാഗമായാണ് വൃക്ഷത്തൈകൾ നട്ടത്. മലാപ്പറമ്പ് ജംഗ്ഷന് സമീപം നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം നിർവഹിച്ചു. അത്യാവശ്യ ഘട്ടങ്ങളിൽ മരം മുറിക്കാൻ അനുവാദം നൽകുമ്പോൾ 10 മരങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ ആരും തന്നെ ഇത് പാലിക്കാറില്ല. നിർദ്ദേശങ്ങൾ ദിനാചരണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നത് ഒരു വിരോധാഭാസമായി മാറിയിരിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇതേപോലെ ദിനാചരണങ്ങൾ വരുമ്പോൾ നമ്മൾ പരിസ്ഥിതി ദിനം ആചരിക്കാറ് മരം വെച്ച് പിടിപ്പിച്ചു. ചിലപ്പോഴെല്ലാം തോന്നാറുണ്ട് വിരോധാഭാസമായിട്ട് തോന്നുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. മരം മുറിക്കുമ്പോൾ തീർച്ചയായിട്ടും പകരം 10 മരം നടണം എന്ന് പറഞ്ഞാൽ ആ മരം നട്ടിരിക്കണം എന്നുള്ളതാണ്. നട്ടതുകൊണ്ട് മാത്രമല്ല അതിനെ പരിചരിക്കുവാൻ കൂടി നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ആത്മാർത്ഥത അല്ലെങ്കിൽ പരിസ്ഥിതിയോടുള്ള നമ്മുടെ കൂറ് തെളിയിക്കുവാൻ വേണ്ടി നമുക്ക് കഴിയുള്ളൂ. ഈ പരിസ്ഥിതി ദിനത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജില്ലാ കളക്ടർ CA ലത, ഡോക്ടർ MGS നാരായണൻ, UK കുമാരൻ, ഖാദർ പാലാഴി, പോൾ കല്ലാനോട്, കോഴിക്കോട് നാരായണൻ നായർ, അഡ്വക്കേറ്റ് M രാജൻ, MA ജോൺസൺ, EP ജ്യോതി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ബൈപ്പാസ് റോഡിന്റെ ഇരുവശങ്ങളിലുമായി നിശ്ചിത അകലത്തിലാണ് വൃക്ഷത്തൈകൾ നട്ടത്. അവ പരിപാലിക്കാനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ, കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയവർ ഇതേസമയം വൃക്ഷത്തൈകൾ നട്ടു. 32 ഇനത്തിൽപ്പെട്ട തൈകളാണ് നട്ടത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ജില്ലാ ശുചിത്വ മിഷനും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് സ്കൂൾ കോളേജ് തലത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചത്. പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കും വിധം പരിസര ശുചിത്വം പാലിക്കണമെന്ന സന്ദേശമാണ് പ്രധാനമായും പ്രചരിപ്പിക്കുന്നത്. റാലികൾ, ദീപം തെളിയിക്കൽ, പ്രതിജ്ഞാചൊല്ലൽ എന്നിവയും നടന്നു. മരങ്ങൾ നട്ടുവളർത്തേണ്ടതും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതും പുതുതലമുറയുടെ കടമയായി എടുക്കണമെന്ന് നടൻ കോഴിക്കോട് നാരായണൻ നായർ. സ്വാതന്ത്ര്യ സമര സേനാനി E. മൊയ്തു മൗലവിയുടെ 19ാമത് ചരമവാർഷികവും ലോക പരിസ്ഥിതി ദിനവും ചിത്രപ്രദർശനവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി E. മൊയ്തു മൗലവിയുടെ 19ാമത് ചരമവാർഷികവും ലോക പരിസ്ഥിതി ദിനവും കോർത്തിണക്കി കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് സമീപമുള്ള മൊയ്തു മൗലവി സ്മാരക സ്വാതന്ത്ര്യ സമര ചരിത്ര മ്യൂസിയത്തിൽ വിപുലമായ ചരിത്ര പരിസ്ഥിതി പ്രദർശനം ആരംഭിച്ചു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെയും മൊയ്തു മൗലവി മ്യൂസിയത്തിന്റെയും സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിന്റെയും ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത്. ചലച്ചിത്ര താരം കോഴിക്കോട് നാരായണൻ നായർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രകൃതിയുടെ
സമ്പത്ത് നമ്മുടെ ജീവന് തന്നെ ആധാരമായിട്ടുള്ള, നിലനിൽപ്പിന് തന്നെ ആധാരമായിട്ടുള്ള വൃക്ഷത്തൈ ഇന്ന് നമ്മൾ നട്ടു വളർത്തുന്നുള്ള ഒരു ദൗത്യം നിർവഹിക്കുകയാണ്. അതോടൊപ്പം സ്മാരക മ്യൂസിയം സെക്രട്ടറി പി വിനോദ് അധ്യക്ഷം വഹിച്ചു. പി ദാമോദരൻ, പുത്തൂർമഠം ചന്ദ്രൻ, അഡ്വക്കേറ്റ് എം രാജൻ, NT സാജൻ, ബഷീർ മാസ്റ്റർ, MC വസിഷ്ഠ്, ഖാദർ പാലാഴി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും വൈവിധ്യമാർന്ന തണൽ ഫലവൃക്ഷങ്ങളെയും ആസ്പദമാക്കിയുള്ള പ്രദർശനമാണ് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം ഒരുക്കിയത്. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ MC വസിഷ്ഠ് രൂപം നൽകിയ സ്വാതന്ത്ര്യ സമര നായകരെ സംബന്ധിക്കുന്ന ചിത്രപ്രദർശനവും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു. മ്യൂസിയത്തിന്റെ വിശാലമായ അങ്കണത്തിൽ പൂന്തോട്ടം നിർമ്മിക്കുന്ന ജോലികൾക്കും ഇതോടൊപ്പം തുടക്കം കുറിച്ചു. ഹിമായത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ വൃക്ഷത്തൈകൾ നട്ടു. മൊയ്തും മൗലവിയുമായി ബന്ധപ്പെട്ട ചരിത്രരേഖകൾ പുരാരേഖാ വകുപ്പ് മുഖേന ശാസ്ത്രീയമായി സംരക്ഷിച്ച് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 2 ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ പ്രദർശനം സൗജന്യമായി കാണാൻ സൗകര്യമുണ്ട്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രദർശനം കാണാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ P ശിവദാസ് പ്രഭാഷണം നടത്തി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി വെള്ളിമാടുകുന്ന് അമൃത വിദ്യാലയത്തിൽ നക്ഷത്രവനവും ഹെർബൽ ഗാർഡനും ഒരുങ്ങുന്നു. ഇവയുടെ ഉദ്ഘാടനം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ M അബ്ദുൽ ലത്തീഫ് വൃക്ഷത്തൈകൾ നട്ട് നിർവഹിച്ചു. വെള്ളിമാടുകുന്ന് അമൃത വിദ്യാലയത്തിലെ തോട്ടത്തിൽ ഇനി നക്ഷത്രങ്ങളുടെ പേരിലാണ് മരങ്ങൾ അറിയപ്പെടുക. അത്തം, ചിത്തിര, ചോതി, വിശാഖം, മനിഴം തുടങ്ങി 27 നക്ഷത്രങ്ങളുടെ പേരാണ് ഈ തോട്ടത്തിലെ വൃക്ഷങ്ങൾക്ക് ചാർത്തിയിരിക്കുന്നത്. നക്ഷത്രവനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തോട്ടത്തെ കൂടാതെ ഹെർബൽ ഗാർഡൻ കൂടി ഒരുക്കി മാതൃകയാവുകയാണ് അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. നെല്ലി, കുമിഴ്, താന്നി, കരിങ്ങാലി, നീർമരുത്, വേങ്ങ, മുരിങ്ങ തുടങ്ങി വിവിധതരം ഔഷധ സസ്യങ്ങളാണ് ഹെർബൽ ഗാർഡനിൽ വളരുക. തോട്ടങ്ങളുടെ ഉദ്ഘാടനം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ M അബ്ദുൽ ലത്തീഫ് വൃക്ഷത്തൈ നട്ട് നിർവഹിച്ചു. Our guest is planting the sapling. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വൃക്ഷത്തൈകളും വിതരണം ചെയ്തു. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ പ്രതിജ്ഞ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ചൊല്ലി. +2 വിദ്യാർത്ഥിനി കീർത്തന രജിത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. Will be such that protect the environment, renewable energy as much as possible. In my home, in my locality, and among my students, rainwater harvesting, and will spread the ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുകയും ജലലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട കോർപ്പറേഷൻ തന്നെ ബേപ്പൂരിലെ പ്രധാനപ്പെട്ട ജലസംഭരണിയായ പശുക്കുളം മണ്ണിട്ടു നികത്തിയതായി പരാതി. നവീകരണത്തിന്റെ മറവിൽ കുളം തൂർത്തതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ആഴം കൂട്ടിയുള്ള നവീകരണത്തിന്റെ മറവിൽ ബേപ്പൂരിലെ ജലസ്രോതസ്സായ പശുക്കുളം മണ്ണിട്ട് തൂർത്തതായി ആക്ഷേപം. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ട കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തന്നെ കുളം നികത്തിയതിനെതിരെ നാട്ടിൽ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. വില്ലേജ് രേഖകൾ പ്രകാരം 66 സെന്റ് ഭൂമിയുള്ള കുളം ഇന്നിപ്പോൾ 48 സെന്റായി കുറഞ്ഞിട്ടുണ്ട്. കുളത്തിന്റെ 18 സെന്റോളം ഭൂമിയിലാണ് മണ്ണിട്ട് നികത്തിയത്. വിസ്തൃതി കുറഞ്ഞതിനാൽ ജലസംഭരണ ശേഷിയും കുറഞ്ഞിട്ടുണ്ട്. വേനലിൽ വരൾച്ച രൂക്ഷമാകുമെന്ന ആശങ്ക ഇതോടെ ഉടലെടുത്തു. മാറാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പശുക്കുളം ശോച്യാവസ്ഥയിലായിരുന്നു. വാർഷിക പദ്ധതിയിൽ 24 ലക്ഷം രൂപ ചിലവിട്ടാണ് ജലസ്രോതസ് സംരക്ഷിക്കാൻ കോർപ്പറേഷൻ പദ്ധതിയിട്ടത്. എന്നാൽ കുളത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് ഭിത്തി കെട്ടി മണ്ണിട്ട് തൂർക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയിൽ പറയുന്നു. വില്ലേജ് അധികൃതർ കുളം അളന്ന് പരിശോധിച്ചപ്പോഴാണ് 18 സെന്റോളം നികത്തിയത് ബോധ്യപ്പെട്ടത്. പൂർണ്ണതോതിൽ പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതിനു പകരം വീതി കുറച്ച് ചെറിയ കുളമാക്കി മാറ്റുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. കുളത്തോട് ചേർന്ന് 2 കിണറുകൾ നിർമ്മിച്ച് 3 ജലപദ്ധതികളിലേക്ക് വെള്ളമെടുക്കുന്നുണ്ട്. ജല അതോറിറ്റിയുടെ സുനാമി പദ്ധതി, പഴയ പഞ്ചായത്തിലെ 2 ജലപദ്ധതികൾ എന്നിവയിൽ ഇവിടുത്തെ വെള്ളമാണ് വിതരണം ചെയ്യുന്നത്. ഒട്ടേറെ കുടുംബങ്ങളുടെ ദാഹമകറ്റുന്ന കുളം വിസ്തീർണം കുറച്ചത് പദ്ധതി കിണറുകളിലെ ജലവിധാനത്തെ ബാധിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. മുൻകാലത്തെ വേനൽ കടുത്താൽ പ്രദേശവാസികൾ കുളിക്കാനും അലക്കാനും പശുക്കുളത്തെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. പൂർണ്ണമായും സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ മഴക്കാലത്ത് മണ്ണൊലിപ്പും കരയിടിച്ചിലുമുണ്ടായി. ഇതേ തുടർന്നാണ് നവീകരണ പദ്ധതി ആസൂത്രണം ചെയ്തത്. മഴക്കാലത്ത് കൂടുതൽ സംഭരണം സാധ്യമാകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ കുളം ചെറുതാക്കിയത് സംഭരണശേഷി ഇല്ലാതാക്കുമെന്നും നാട്ടുകാർ പറയുന്നുണ്ട്.
എന്തിനോടും ഒരു ഇഷ്ടം തോന്നുകയെന്നത് സ്വാഭാവികം. അത് ഒരു ബ്രാൻഡഡ് കാറിനോടാകുമ്പോൾ കൗതുകം തന്നെ. അടച്ചുപൂട്ടാൻ പോകുന്ന അംബാസഡർ കാറിനെ സ്നേഹിക്കുന്നവർ കോഴിക്കോട്ട് ഒത്തുചേർന്നു. 40 വർഷമായി അംബാസഡർ കാർ ഓടിക്കുന്നവർ മുതൽ പുതുതലമുറയിലെ ഡ്രൈവർമാർ വരെ ഒത്തുചേരലിൽ പങ്കാളികളായി. കോഴിക്കോട്ടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജിന്റെ നേതൃത്വത്തിലാണ് കൂട്ടായ്മ നടന്നത്. ഇന്ത്യൻ നിരത്തുകളെ അടക്കിവാണ അംബാസഡർ കാറിന്റെ സ്മരണയ്ക്കായി അംബി ലവേഴ്സ് അസോസിയേഷൻ അംബാല രൂപീകരിച്ചു. മലബാറിലെ അംബാസഡർ കാർ പ്രേമികളുടെ സംഗമവും പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. അംബാസഡർ കാറുകളുടെ ഉൽപാദനവും വിൽപ്പനയും നിർത്തരുതെന്നും കാലാനുസൃതമായ മാറ്റങ്ങളോടെ അംബാസഡർ വിപണിയിലിറക്കണമെന്നും ആവശ്യപ്പെട്ട് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന് കത്തെഴുതിയതായി അംബാല കൺവീനർ അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ് പറഞ്ഞു. ബംഗാളിലെ കാർ നിർമ്മാണ ഫാക്ടറി അടച്ചുപൂട്ടുന്ന തീരുമാനം പിൻവലിപ്പിക്കാൻ വേണമെങ്കിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ നേരിൽ കാണാനും ഇവർ തയ്യാറാണ്. സ്പെയർ പാർട്സുകളുടെ ലഭ്യത ഉറപ്പുവരുത്താതെ ഉൽപാദനം നിർത്തുന്നത് പുതുതായി കാർ വാങ്ങുന്നവരോടുള്ള വഞ്ചനയാണെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതടക്കമുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും കൂട്ടായ്മയിൽ തീരുമാനമുണ്ടായി. ഇതേക്കുറിച്ച് അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ്. നിർത്തുന്നു എന്നൊരു ഭീഷണി ഉണ്ടെങ്കിലും ഇത് ഏതെങ്കിലും വിദേശ കമ്പനിയെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനും ന്യൂ ജനറേഷൻ കാറുകളുടെ തള്ളിച്ചുകൊണ്ട് സമ്മർദ്ദം കൊണ്ട് അംബാസഡർ കാറിനെ പിൻവലിക്കാനുമുള്ള ഒരു ഗൂഢോദ്ദേശമാണ് നടക്കുന്നത്. പക്ഷേ അംബാസഡർ കാർ ഉപയോഗിക്കുന്ന അംബാസഡർ കാറുകളെ സ്നേഹിക്കുന്ന അംബാസഡർ കാറുകൾ അവസാനിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതിൻ്റെ ഭാവി കാലത്തെ സർവീസിങ്, അതിൻ്റെ സ്പെയർ പാർട്സ് ലഭ്യത എന്നിവ ഉറപ്പുവരുത്താൻ കമ്പനിയുമായി വേണ്ടി വന്നാലും നിയമയുദ്ധത്തിന് തന്നെ ഏർപ്പെടുമെന്നുള്ളതുകൂടി പര്യാലോചിക്കാനാണ് ഇന്ന് കൂടുന്നത്. ഇന്നൊരു ആലോചനാ യോഗം മാത്രമാണ്. മുതിർന്ന അഭിഭാഷകൻ മഞ്ചേരി സുന്ദർരാജ് മുതൽ ഷെവലിയർ ചാക്കുണ്ണി വരെ പലതരത്തിലുള്ളവർ 100 നാവുമായാണ് അമ്പി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കോഴിക്കോട്ട് അളകാവരിയിൽ ഒത്തുചേർന്നത്. 22കാരനായ മൻസൂർ അലി എന്ന ഡ്രൈവറുടെയും പ്രിയ വാഹനം അംബാസഡർ തന്നെയായിരുന്നു. കൂട്ടായ്മയുടെ ഭാഗമായി പഴയ മോഡൽ അംബാസഡർ കാറുകളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. അംബാസഡറുകളുടെ റോഡ് ഷോയും അമ്പി ഉടമകളുടെ കൺവെൻഷനും വിളിച്ചു ചേർക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ചെന്നൈയിലെ അംബാസഡർ ഉടമകളുടെ സംഗമം ഈ മാസം 22 നടക്കുന്നുണ്ട്. അടിസ്ഥാന വർഗങ്ങളെ മറന്നതാണ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടാൻ കാരണമെന്ന് കെ മുരളീധരൻ MLA. ഓൾ കേരള റിട്ടയർഡ് ഖാദി എംപ്ലോയീസ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഖാദിയെ മറക്കുന്നത് ചരിത്രത്തെ മറക്കുന്നതിന് തുല്യമാണെന്ന് മുരളീധരൻ പറഞ്ഞു. ഓൾ കേരള റിട്ടയർഡ് ഖാദി എംപ്ലോയീസ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ പ്രവർത്തക സമ്മേളനം മാനഞ്ചിറ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ ചേർന്നു. ഓൾ കേരള റിട്ടയർഡ് ഖാദി എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ മുരളീധരൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഇതര ഖാദി സംഘങ്ങൾക്ക് ഉൽപ്പന്നങ്ങളുടെ വിപണനം നടത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിപണന കേന്ദ്രങ്ങൾ ഒരുക്കി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പെൻഷൻ ലഭ്യമാക്കണം. ഖാദിയെ മറക്കുന്നത് ചരിത്രത്തെ മറക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗവൺമെന്റ് ചെയ്യേണ്ട അടിയന്തരമായി ചെയ്യേണ്ട കാര്യം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുകയും സർക്കാർ ഇതര സ്ഥാപനങ്ങളിലെ ഖാദി മേഖലയിൽ പണിയെടുക്കുന്ന ജീവനക്കാർ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണന സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്യേണ്ട ചുമതല കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ. അടിസ്ഥാന വർഗത്തെ മറന്നതാണ് കോൺഗ്രസ് ലോക്സഭ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ ഇടയാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. വർക്കിംഗ് പ്രസിഡന്റ് ഗോപാലൻ നായർ വി അധ്യക്ഷം വഹിച്ചു. MK മാധവൻ, രാമചന്ദ്രൻ നായർ P, V കേശവൻ, രാധാകൃഷ്ണൻ U, ഹരീഷ് ബാബു P, കൃഷ്ണകുമാർ N, രഘുനാഥ് OK, രാധാകൃഷ്ണൻ A, ബാലൻ EA, A അയ്യപ്പൻ, ബാലൻ KC എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷം
my daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. TP കേസ് പ്രതി മുഹമ്മദ് ഷാഫിയെ കൊണ്ടുപോയ ജീപ്പിൽ നിന്നും മദ്യം പിടികൂടി. ജീപ്പിലുണ്ടായിരുന്ന 5 പോലീസ് ഉദ്യോഗസ്ഥരെ ഉത്തരമേഖല ADGP സസ്പെൻഡ് ചെയ്തു. മാഹിയിൽ വാഹനം നിർത്തി ASI മദ്യം വാങ്ങിയത് കണ്ട നാട്ടുകാർ DGPയെ ഫോണിൽ വിവരം അറിയിക്കുകയായിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട KK മുഹമ്മദ് ഷാഫിക്ക് വേണ്ടി മാഹിയിൽ നിന്ന് വാങ്ങിയ 1.25 ലിറ്റർ മദ്യവുമായി തൃശൂർ AR ക്യാമ്പിലെ പോലീസ് ജീപ്പ് ഹൈവേ പട്രോളിംഗ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂരിലെ ജയിൽ ജീവനക്കാരനെ മർദ്ദിച്ച കേസിൽ മുഹമ്മദ് ഷാഫിയെ കണ്ണൂർ വിചാരണ കോടതിയിൽ ഹാജരാക്കി വിയ്യൂരിലേക്ക് മടങ്ങുമ്പോഴാണ് സംഭവം. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് പയ്യോളിയിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 ഹൈവേ പോലീസ് വാഹനം തടഞ്ഞ് പരിശോധിച്ചത്. സംഭവത്തിൽ തൃശൂർ സിറ്റി AR ക്യാമ്പിലെ SI ശേഖർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മോഹനകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജോമാൻ, സരീഷ്, പോലീസ് ജീപ്പിന്റെ ഡ്രൈവർ ആന്റണി എന്നിവരെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ P. പ്രകാശ് സസ്പെൻഡ് ചെയ്തത്. ഇതിൽ ശേഖരനും മോഹൻകുമാറിനുമെതിരെ അബ്കാരി നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഷാഫിയുമായി മടങ്ങവേ മാഹിയിൽ ജീപ്പ് നിർത്തി പോലീസുകാരൻ ഇറങ്ങി മദ്യം വാങ്ങുന്നത് കണ്ട നാട്ടുകാരിൽ ഒരാൾ DGPയെ ഫോണിൽ വിവരമറിയിക്കുകയായിരുന്നു. ഷാഫി പറഞ്ഞതനുസരിച്ചാണ് മദ്യം വാങ്ങിയതെന്നാണ് പോലീസുകാർ ഹൈവേ പട്രോളിംഗ് സംഘത്തോട് ആദ്യം പറഞ്ഞത്. മിനിറ്റുകൾക്കകം സ്ഥലത്തെത്തിയ വടകര ASP യതീഷ് ചന്ദ്രയോട് സ്വന്തം ആവശ്യത്തിനാണ് മദ്യം വാങ്ങിയെന്നായി പോലീസുകാർ. പിന്നീട് ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. ഷാഫിയെ വിയ്യൂരിലേക്ക് കൊണ്ടുപോയി. സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മദ്യം കണ്ടെടുത്ത KL 01 BG 2239 നമ്പർ 1 പയ്യോളി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ആർക്കുവേണ്ടിയാണ് മദ്യം വാങ്ങിയതെന്ന് അന്വേഷിക്കേണ്ടതുണ്ടെന്നും പിടികൂടിയ മദ്യം എക്സൈസിന് കൈമാറുമെന്നും സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് റൂറൽ SPക്ക് സമർപ്പിക്കുമെന്നും ASP യതീഷ് ചന്ദ്ര പറഞ്ഞു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി MP അബ്ദുൾ സമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു. നിത്യഹരിത ഭൂമി വീണ്ടെടുക്കപ്പെട്ട പ്രകൃതി എന്ന പേരിലാണ് KATF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത്. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന പരിപാടിയോടനുബന്ധിച്ച് എക്സിബിഷൻ, ക്വിസ് പ്രോഗ്രാം, വൃക്ഷത്തൈ നടൽ, വൃക്ഷത്തൈ വിതരണം എന്നിവയും നടന്നു. മാതൃഭൂമി സീഡ്, ചന്ദ്രിക, മാധ്യമ എന്നിവയുടെയും അജീബ് കോമാച്ചി, നജീബ് എങ്ങാട്ടിൽ എന്നിവരുടെയും ചിത്രങ്ങൾ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചു. വിശുദ്ധ ഖുർആനിലെ പരിസ്ഥിതി മാനം ചിത്രീകരിക്കുന്ന ചാർട്ടുകൾ, മറ്റ് ഗ്രന്ഥങ്ങളുടെയും മഹത് വ്യക്തിത്വങ്ങളുടെയും ആപ്തവാക്യങ്ങൾ എന്നിവയും പ്രദർശനത്തിലുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി MP അബ്ദുൾ സമദ് സമദാനി MLA പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സമവാക്യങ്ങളും തത്വങ്ങളും മാത്രമായി മാറിയ ക്ലാസ് മുറികൾ ജീവിത പാഠശാലകളാക്കി മാറ്റേണ്ടിയിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലായ്പ്പോഴും പഠിപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് എവിടെ എത്തി എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. വെറും പഠിപ്പും മാർക്കും അല്ല വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിന് പഠിപ്പിനേക്കാളും മാർക്കിനേക്കാളും അപ്പുറത്തുള്ള ഒരുപാട് പ്രകൃതി സംബന്ധമായിട്ടുള്ള ജീവിത പാഠങ്ങൾ പകർന്നു കൊടുക്കാൻ വിദ്യാഭ്യാസത്തിന് കഴിയണം. വിദ്യാഭ്യാസം ജീവിതവുമായിട്ട് അകന്നതാണ് അടുത്ത കാലത്ത് ഏറ്റവും വലിയ വെല്ലുവിളി. KATF സംസ്ഥാന പ്രസിഡന്റ് A. മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. സലീം കരുവമ്പലം പരിസ്ഥിതി സന്ദേശം നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി MC മായൻ ഹാജി, KATF സംസ്ഥാന ജനറൽ സെക്രട്ടറി K. മോയിൻകുട്ടി, K. സുലൈഖ, T. ഉമ്മർ, C. അബ്ദുൾ അസീസ്, KK മുഹമ്മദ്, P. അബ്ദുൾ ഹമീദ്, MA ലത്തീഫ് എന്നിവർ സംസാരിച്ചു. മനുഷ്യക്കടത്ത് വിവാദം മുക്കം ഓർഫണേജിനെ സംബന്ധിച്ച് വാസ്തവ വിരുദ്ധമാണെന്ന് K. മുരളീധരൻ MLA. തനിക്ക് വർഷങ്ങളായി പരിചയമുള്ള സ്ഥാപനമാണിതെന്നും അവിടെ നിയമവിരുദ്ധമായി ഒന്നും തന്നെ നടക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിസഭാ വികസനം മുഖ്യമന്ത്രിയും KPCCയും ചേർന്ന് തീരുമാനിക്കും. രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ അബ്ദുള്ളക്കുട്ടി MLA രാജിവെക്കേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുക്കം ഓർഫണേജിനെ കുറിച്ചാണെങ്കിൽ മുക്കം ഓർഫണേജിനെ കുറിച്ച് എനിക്ക് വർഷങ്ങളായിട്ട് ബന്ധമുണ്ട്. അതിൻ്റെ തലപ്പത്തുള്ള ഭരണസമിതി അംഗങ്ങളെ എനിക്ക് നേരിട്ടറിയാം. ആ യത്തീംഖാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉള്ള എന്തെങ്കിലും മനുഷ്യക്കടത്ത് നടത്തുന്ന ഒരു സ്ഥാപനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ കുട്ടികളെ അവിടെ കൊണ്ടുവന്ന രേഖകൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് തിരുത്തുകയാണ് വേണ്ടത്. ഇതിനെ മനുഷ്യക്കടത്ത് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് ശരിയല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് കയറി രാജിവെക്കേണ്ട സ്ഥാനമല്ല MLA സ്ഥാനം എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനമാണ്. അപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ കോടതിയിൽ തെളിയിക്കണം. അത് തെളിയിക്കപ്പെടുന്നത് വരെ ഒരാൾ കുറ്റവാളി എന്ന് വിളിക്കുന്നത് ശരിയല്ല. പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുക്കം അനാഥശാലയെ അപകീർത്തിപ്പെടുത്തി വർഗീയ ധ്രുവീകരണത്തിനായി ചിലർ ഉപയോഗിക്കുകയാണെന്ന് PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി നിസാർ മേത്തർ. ഇമെയിൽ, അറബി കല്യാണം, ലവ് ജിഹാദ് തുടങ്ങിയവയെ പർവ്വതീകരിച്ചവർ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും ആഭ്യന്തരമന്ത്രി അതിന് ഒത്താശ ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഭക്ഷണവും വസ്ത്രവും നൽകി
പൊതുധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന്റെ പേരിൽ 6 പതിറ്റാണ്ട് പാരമ്പര്യമുള്ള മുക്കം യത്തീംഖാനയെ അപകീർത്തിപ്പെടുത്താനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി നാസർ മേത്തർ പറഞ്ഞു. യത്തീംഖാനകളെ തീവ്രവാദ ക്യാമ്പും അനാശാസ്യ കേന്ദ്രവുമായി പ്രചരിപ്പിക്കാനാണ് BJPയുടെ ശ്രമം. അതിന് സഹായം ചെയ്യുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യം വെച്ച് നടന്ന ഇമെയിൽ, അറബി കല്യാണം, ലവ് ജിഹാദ് തുടങ്ങിയ വിവാദങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ തന്നെയാണ് അനാഥാലയ വിവാദത്തിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നിസാർ മേത്തർ. ഏറ്റവും അവസാനം നാം കണ്ട മനുഷ്യക്കുരുതി, അത്തരത്തിലുള്ള സംഭവങ്ങളിലെല്ലാം തന്നെ ന്യൂനപക്ഷങ്ങളെ കുരുതി കൊടുത്തുകൊണ്ട് മതേതരത്വ സംരക്ഷകരായി കോൺഗ്രസ് മാറുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മാറുന്ന ഒരു പ്രവണതയാണ് ഇന്ത്യയിൽ കണ്ടുവരുന്നത്. ആ പ്രവണത അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ പ്രവണത അവസാനിപ്പിക്കുവാൻ മതേതര കേരളം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ ലീഗ് നേതൃത്വവും മുഖ്യമന്ത്രിയും തുടരുന്ന കുറ്റകരമായ മൗനം വെടിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലാ രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രവീൺകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. റിയൽ എസ്റ്റേറ്റ് രംഗത്തെ അംഗീകൃത തൊഴിലാളി സംഘടനയാണ് കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂണിയൻ ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിലാണ് കോഴിക്കോട് ജില്ലാ രജിസ്ട്രാർ ഓഫീസിന് മുൻപിൽ ധർണ നടത്തിയത്. ഭൂമിയും കെട്ടിടങ്ങളും രജിസ്റ്റർ ചെയ്യുമ്പോൾ അംഗീകൃത റിയൽ എസ്റ്റേറ്റ് തൊഴിലാളികളെ സാക്ഷികളാക്കി ഉൾപ്പെടുത്തണമെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടു. വിൽപ്പന കരാർ രജിസ്ട്രേഷൻ നിർബന്ധമാക്കൽ പിൻവലിക്കുക, പരിസ്ഥിതിക്ക് നാശമുണ്ടാക്കുന്ന തരത്തിലുള്ള ഭൂമാഫിയകളുടെ പ്രവർത്തനം തടയുക, ഭൂമിയുടെ താരിഫ് വില നിശ്ചയിക്കുന്ന സമിതിയിൽ പ്രദേശത്തെ അംഗീകൃത തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തുക, റിയൽ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും യൂണിയൻ ഉന്നയിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TP സാഹിർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് K മോഹനൻ, വർക്കിംഗ് പ്രസിഡന്റ് ശിവാനന്ദൻ നായർ എന്നിവർ സംസാരിച്ചു. PV ആലി, TP രാജൻ, CT സുകുമാരൻ, VK രാജീവ്, BP സത്യൻ, KP അബൂബക്കർ, PP ഹേമരാജ് എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. വാർത്തകൾ തുടരുന്നു. രാജ്യത്തെയും ജനത്തെയും ഒന്നായി കണ്ടുകൊണ്ടുള്ള ഭരണത്തിനായി നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വന്നാൽ സഹകരിക്കാമെന്ന് ചീഫ് വിപ്പ് PC ജോർജ്. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി സംഘടിപ്പിച്ച മോദി സർക്കാരും ന്യൂനപക്ഷ ആശങ്കകളും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദിയുടെ തുടക്കം നന്നായെന്ന് ചീഫ് വിപ്പ് PC ജോർജ് പറഞ്ഞു. MES ഗോൾഡൻ ജൂബിലി സെമിനാർ പരമ്പര മോദി സർക്കാരും ന്യൂനപക്ഷ ആശങ്കകളും സ്പോർട്സ് കൌൺസിൽ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയവാദി എന്ന മുദ്രകുത്തി മോദിയെ എതിർക്കുന്നതിൽ കാര്യമില്ല. അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന തലസ്ഥാനത്ത് സ്ഥാപിക്കുന്നതിനെ സ്വാഗതം ചെയ്യണം. കേരളത്തിൽ BJPക്ക് വോട്ട് കൂടിയത് സഖാക്കളുടേതാണെന്നും അദ്ദേഹം പറഞ്ഞു. MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ അധ്യക്ഷം വഹിച്ചു. മോദി സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കരുതെന്നും തീവ്രവാദം മുസ്ലിങ്ങളുടെ തലയിൽ വെച്ചുകെട്ടരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഏക സിവിൽ കോഡ് സാംസ്കാരിക വൈവിധ്യമുള്ള ഇന്ത്യയിൽ നടപ്പാക്കാൻ കഴിയില്ല. മുസ്ലിങ്ങൾ ഒരിടത്തും മതപരിവർത്തനം നടത്തുന്നില്ല. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് ന്യൂനപക്ഷ പദവിയില്ലെന്ന കാര്യം അറിയാത്തവരാണ് വിവാദമുണ്ടാക്കുന്നത്. ക്രീമിലിയർ സംസ്ഥാനത്ത് നടപ്പിലാക്കണമെന്ന അഭിപ്രായമാണ് MESനുള്ളതെന്നും ഫസൽ ഗഫൂർ സൂചിപ്പിച്ചു. അത്രേ ഞങ്ങൾ കണക്കാക്കുന്നുള്ളൂ. പിന്നെ ഒരു പാർസി ന്യൂനപക്ഷമാണെന്നോ പാർസികളുടെ എണ്ണം കുറഞ്ഞു പോകണമെന്നോ മുസ്ലിമുകളുടെ മന്ത്രിയല്ലാന്നോ കുഴപ്പമില്ല. അതൊക്കെ പത്രക്കാരുടെ ചോദ്യത്തിന് ഇവർ റിയാക്ട് ചെയ്തായിരിക്കും. അത്ര വലിയ കാര്യമായിട്ടൊന്നും കാണേണ്ടതില്ല. പക്ഷേ നജ്മഹത്തുള്ള ഒരിക്കലും ഷാനവാസ് ഹുസൈന്റെ മാരിയ മുക്താർ അബ്ബാസ് നഖ്വിയുടെ മാരിയ പെരുമാറാൻ പാടില്ല. സെമിനാറിൽ MLA-മാരായ CP മുഹമ്മദ്, P ശ്രീരാമകൃഷ്ണൻ, MES ജില്ലാ പ്രസിഡന്റ് CT സക്കീർ ഹുസൈൻ, സെക്രട്ടറി PK അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. മദ്യവിഷയത്തിൽ സർക്കാർ ജനവികാരത്തോടൊപ്പം നിൽക്കാൻ തയ്യാറാകണമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മദ്യമില്ലാത്ത സാമൂഹിക അന്തരീക്ഷമാണ് ഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അടച്ചുപൂട്ടിയ ബാറുകൾ തുറക്കരുത്, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന ഘടകം സംഘടിപ്പിച്ച ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് മദ്യവാഴ്ചയ്ക്കെതിരെ ബഹുജന സംഗമം സംഘടിപ്പിച്ചു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ സംഗമം ഉദ്ഘാടനം ചെയ്തു. മദ്യവിഷയത്തിൽ സർക്കാർ ജനവികാരത്തോടൊപ്പം നിൽക്കാൻ സന്നദ്ധമാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അടച്ചുപൂട്ടിയ ബാറുകൾ തുറക്കരുത്, സമ്പൂർണ്ണ മദ്യനിരോധനം യാഥാർത്ഥ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന ഘടകം ബഹുജന സംഗമം സംഘടിപ്പിച്ചത്. അടച്ച ബാറുകൾ തുറന്നു പ്രവർത്തിക്കാതിരിക്കാൻ സമൂഹം ഒറ്റക്കെട്ടാവണമെന്ന്
മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ് ആവശ്യപ്പെട്ടു. ബാറിന് പുറത്ത് കൗണ്ടറിൽ വെച്ച് മദ്യം കൊടുക്കാനും മായം ചേർക്കുന്ന കൃത്രിമ കള്ള് വിൽക്കാനും എക്സൈസ് വകുപ്പ് കൂട്ടുനിൽക്കുകയാണെന്നും KP മജീദ് കൂട്ടിച്ചേർത്തു. MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ, UK കുമാരൻ, വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം പ്രിയ സുനിൽ, മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി EH കുഞ്ഞികൃഷ്ണൻ, MES സംസ്ഥാന ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ P മുഹമ്മദ് കോയ, മദ്യനിരോധന സമിതി സംസ്ഥാന ട്രഷറർ മാഹിൻ നേരോത്ത്, ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന ജനറൽ സെക്രട്ടറി P മുജീബ് റഹ്മാൻ, ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന്, മീഡിയ സെക്രട്ടറി T ഷാക്കിർ, അബ്ദുൽ മജീദ് മൂഴിക്കൽ എന്നിവർ സംസാരിച്ചു. ലഹരിയുടെ വിലപ്പെട്ട ജീവിതം എന്ന പ്രമേയത്തിൽ പോപ്പുലർ ഫ്രണ്ട് സെമിനാർ സംഘടിപ്പിച്ചു. രാജാജി റോഡ് KP കേശവമേനോൻ ഹാളിൽ നടന്ന സെമിനാറിൽ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി PP റഫീഖ് മോഡറേറ്ററായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിയുടെ വിലപ്പെട്ട ജീവിതം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ നടന്ന സെമിനാറിൽ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി PP റഫീഖ് മോഡറേറ്ററായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി MV അബ്ദുൾ റഷീദ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് C അബ്ദുൽ ഹമീദ്, റൌഫ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ NK ഗിരീഷ്, പ്രൊഫസർ OJ ചിന്നമ്മ, പ്രൊഫസർ TM രവീന്ദ്രൻ, ഖദീജ നർഗീസ്, റുക്സാന, സ്വാതന്ത്ര്യം പ്രതിനിധി സിസ്റ്റർ എൽസീന, സുരക്ഷാ പ്രതിനിധി T അബ്ദുൽ നാസർ, NP ഹാഫിസ് മുഹമ്മദ്, റിട്ടയർഡ് ജഡ്ജി NP ശാന്തകുമാരി എന്നിവർ സംബന്ധിച്ചു. എനിക്ക് അത് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ സ്ത്രീകളും കുട്ടികളും ആണ് മദ്യത്തിന്റെ അതായത് ലഹരിയുടെ ഉപഭോഗത്തിന് അടിമകളല്ല, അവരാണ് ഇതിന്റെ ഇരകൾ എന്ന് നമുക്ക് ഫൈനലായിട്ട് എല്ലാ ഭാഗത്തും നോക്കുമ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് ഇരകളാണ് സ്ത്രീകളും കുട്ടികളുമാണ്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. സ്പെഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കാർഡിയാക് കെയർ നഴ്സിംഗിന് മംഗലാപുരം ഒമേഗ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷിക്കാനുള്ള കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM. ഈ കോഴ്സുകൾ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ജൂൺ 15 ആണ്. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി താമസ സൗകര്യം ലഭ്യമാണ്. കൂടാതെ മാസം തോറും 6000 രൂപ സ്റ്റൈപ്പൻഡായി ഒമേഗ ആശുപത്രിയുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകും. MSM അവാർഡ് ദാനം ജൂൺ 7 ശനിയാഴ്ച ടൗൺ ഹാളിൽ നടക്കും. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് MSM കോഴിക്കോട് ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന ട്രയംസ് ടാലന്റ് ഗാദറിംഗ് ആണ് ശനിയാഴ്ച രാവിലെ 8:30 കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുക. സംഗമം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഭാഷാ സമന്വയവേദിയുടെ ആഭിമുഖ്യത്തിൽ എഴുത്തുകാരുടെ പാരിസ്ഥിതിക ആശങ്കകൾ എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് പരിസ്ഥിതി കവി സമ്മേളനവും സംഘടിപ്പിച്ചു. അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ ഉള്ളൂർ M പരമേശ്വരൻ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ C രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ആർസു, ഡോക്ടർ PK ചന്ദ്രൻ, ഡോക്ടർ PI മീര, EP ജ്യോതി എന്നിവർ സംസാരിച്ചു. കവി സമ്മേളനത്തിൽ MN പാലൂരി, PM നാരായണൻ, മലയത്തപ്പുണ്ണി, മുണ്ടിയാടി ദാമോദരൻ, K വരദേശ്വരി, ചേന്തൻ തുളസീദളം, ശശിധരൻ ഫറോക്ക്, EP ജ്യോതി, PR ശ്രീധരൻ എന്നിവർ സംബന്ധിച്ചു. അറിയിപ്പുകൾ. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മോണ്ടിസോറി വിദ്യാഭ്യാസത്തിലുള്ള അധ്യാപന പരിശീലനത്തിന്റെ 19ാമത്തെ ബാച്ചിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. SSLC മുതൽ യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746081672 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂമിയുടെ ആയുസ് കുറയ്ക്കുന്ന പ്രവർത്തനങ്ങൾ ആവർത്തിക്കില്ലെന്ന പ്രതിജ്ഞയുമായി ലോക പരിസ്ഥിതി ദിനം. ജില്ലയിൽ നട്ടുപിടിപ്പിച്ചത് 1,00,000-ലധികം വൃക്ഷത്തൈകൾ. അടിസ്ഥാന വർഗങ്ങളെ മറന്നതാണ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടാൻ കാരണമെന്ന് K മുരളീധരൻ MLA. അംബാസഡർ കാർ ഉൽപാദനം നിർത്തുന്നു. ഇതിനെതിരെ അമ്പി ലവേഴ്സ് കൂട്ടായ്മ കോഴിക്കോട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.